So, on the basis of the nature of the component present or the type of the component present in the filter can be an active filter or a passive filter. Passive filter will have only components that are inductors, capacitors, and resistors, or some combination of these three basic electronic components. Whereas active filters will have these components which will be offering filtering, the actual act of filtering. Beside, there will be some active components in the circuit like transistors or transistor based amplifiers, or in general amplifiers. Now, on the basis of the filtering component, or in terms of the range of frequency that is being filtered, the filters can be classified into audio frequency filter and radio frequency filters. Audio frequency filters will be filtering frequency in the audio frequency range, that's of the order of say 20 Hz to 20 kHz, as you know. Whereas a radio frequency filter will be a more stronger filter which will be capable of filtering frequency exceeding the audio frequency limit, or in the video frequency range, or in the radio frequency range. Generally, audio frequency filter will have filtering components which are predominantly resistance capacitance combination. So RC filters are in general audio frequency filters. However, there can be some LC filters also that can offer audio frequency filtering. But in the case of radio frequency filtering, there is no question of any resistance capacitor network that can offer radio frequency filtering. Instead, inductor based filters must be there for radio frequency filtering. So, in the case of radio frequency filters, an inductor is a must component. And as you know, an inductor is an electronic component that cannot be integrated in a circuit. ഇൻഡക്ടറിന് ആ ഒരു കോയിലിന്റെ നേച്ചർ കിട്ടിയാൽ മാത്രമേ ഇൻഡക്ടർ എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റി നടക്കുള്ളൂ, ഇൻഡക്ടറിനെ കൊണ്ടുള്ള പർപ്പസ് നടക്കുള്ളൂ. ആ ഇൻഡക്ടറിന് കോയിൽ എന്നുള്ള നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ മിക്കപ്പോഴും ഒരു ഇന്റഗ്രേറ്റഡ് ചിപ്പിൽ ഇൻഡക്ടറിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്റഗ്രേറ്റഡ് ചിപ്പുകൾ യൂസ് ചെയ്യുന്ന ഫിൽറ്ററുകളിൽ ഒന്നും ഇൻഡക്ടർ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് റേഡിയോ ഫ്രീക്വൻസി ഫിൽറ്ററുകളൊന്നും പലപ്പോഴും ഒരു ചിപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റി ആയിരിക്കില്ല. അപ്പോൾ അതിൽ ഇൻഡക്ടർ വെച്ചേ മതിയാകും. ഇൻഡക്ടർ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പവർ കൺസംഷൻ കൂടും, പവർ റേറ്റിംഗ് കൂടും, അതനുസരിച്ച് അതിന്റെ കോസ്റ്റും ഒക്കെ കൂടും. Now, on the basis of the filter response, the filters can be classified into these 5 different categories. These are in general some categories of active filters. Active filters ന്റെ ചില മേന്മകൾ നമ്മളിവിടെ പറയേണ്ടതുണ്ട്. പാസീവ് ഫിൽട്ടർ ആണ് ഫലത്തിൽ ഫിൽറ്ററിംഗ് എന്നുള്ള ആക്ടിവിറ്റി നടത്തുന്നത്. പക്ഷേ അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, generally you will have a source signal that is given to an RC filter for filtering. അപ്പോൾ ഇതിലൊരു റെസിസ്റ്റൻസ് കോമ്പോണന്റും ഒരു കപ്പാസിറ്റർ കോമ്പോണന്റും വെച്ചു. അപ്പോൾ ഇതൊരു ലോ പാസ് ഫിൽട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിലെ റെസിസ്റ്റൻസ് ഇതിനെ പാസ് ചെയ്യും, കപ്പാസിറ്റർ DC-നെ ബ്ലോക്ക് ചെയ്യും, AC-ക്ക് സുഗമമായിട്ട് പോകാൻ ഒരു പാത്തും കൊടുക്കും. അപ്പോൾ AC ഡ്രോപ്പ് മാത്രമാണ് കപ്പാസിറ്ററിന് അക്രോസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് അക്രോസ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തിട്ടുണ്ടെങ്കിൽ AC ഡ്രോപ്പ് മാത്രമേ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഫലത്തിൽ ഇൻപുട്ടിൽ വന്ന AC-യും DC-യും വന്നതിൽ AC-യെ മാത്രമായിട്ട് നമ്മൾ എടുത്തു. പക്ഷേ ഈ ഒരു ആക്ടിവിറ്റി നടത്തുന്ന സമയത്ത് സോഴ്സിന്റെ പവറിന്റെ ഒരു പാർട്ട് റെസിസ്റ്റൻസിന്റെ അക്രോസ് ഡ്രോപ്പ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെട്ടു പോകാം. അതുപോലെ തന്നെ ഒരു പാർട്ട് കപ്പാസിറ്ററിന് അക്രോസും ഹീറ്റ് ലോസ് ഓഫ് എനർജി ആയിട്ട് നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെ വരുമ്പോൾ ഇൻപുട്ടിന്റെ സിഗ്നൽ സ്ട്രെങ്ത്തിനേക്കാളും കുറഞ്ഞ സിഗ്നൽ സ്ട്രെങ്ത് ഉള്ള ഒരു ഫിൽറ്റേർഡ് ഔട്ട്പുട്ടേ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് അതിനനുസരിച്ച് ഒരു വേരിയേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല.
സാധാരണഗതിയിൽ ഫ്രീക്വൻസിക്ക് ഈ ഒരു വേരിയേഷൻ കപ്പാസിറ്റർ വഴി നടത്താനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഏത് വേരിയേഷൻ ആണോ, അതൊരു ലോ പാസ് ഫിൽറ്റർ റെസ്പോൺസ് ആണോ, പോൾ റെസ്പോൺസ് ആണോ, സീറോ റെസ്പോൺസ് ആണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ട് തീരുമാനിക്കണം. എനിവേ ഈ സിഗ്നൽ സ്ട്രെങ്ത് ദാറ്റ് വിൽ ബി സിവിയർലി സഫേർഡ്, ഈ സിഗ്നൽ സ്ട്രെങ്ത് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ചില ഫ്രീക്വൻസി ഫിഡിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഇവിടെ ഒരു ആംപ്ലിഫയർ കോമ്പോണന്റ് വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ആക്റ്റീവ് കോമ്പോണന്റ് ഒരു പാസീവ് ഫിൽറ്ററിംഗ് യൂണിറ്റിനോട് അസംബിൾ ചെയ്യുന്നതോടുകൂടി ഈ ഒറ്റ യൂണിറ്റ് ആണ് ഇപ്പം ഫിൽറ്റർ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, വിച്ച് വിൽ ബി ദെൻ റെഫേർഡ് ടു ആസ് ആൻ ആക്റ്റീവ് ഫിൽറ്റർ. സോ ദ ആക്റ്റീവ് ഫിൽറ്റർ ഹാസ് ദിസ് അഡ്വാൻറ്റേജ്: it will be capable of increasing the signal strength. It will be capable of modifying the filter frequency as well. ഇതിൽ ചില വേരിയേഷൻ വരുത്താനായിട്ട് കപ്പാസിറ്ററിന്റെ വാല്യൂ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിൽറ്ററിങ്ങിന്റെ ഫ്രീക്വൻസി റേഞ്ച് മോഡിഫൈ ചെയ്യാനൊക്കെ ഒരു ആക്റ്റീവ് ഫിൽറ്ററിൽ പാസീവ് ഫിൽറ്ററിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി മെച്ചങ്ങളുണ്ട്. ദാറ്റ് ഓപ്പറേഷൻ ഈസ് റെഫേർഡ് ടു ആസ് ഫ്രീക്വൻസി ഫിഡിലിറ്റി. ഇപ്പോൾ ഒരു ആർ സി യൂണിറ്റ് ആണെങ്കിൽ അതിലുള്ള ആ ആർ സി യൂണിറ്റിന്റെ സ്വഭാവം അനുസരിച്ച് സഫേർഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് സ്ട്രെങ്ത്തിലാണ് നമ്മൾ ഈ ഔട്ട്പുട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സർക്യൂട്ടിൽ നിന്ന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ കപ്പാസിറ്ററിന് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് കോമ്പിനേഷൻ അനുസരിച്ച് അതിനൊരു കോർണർ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, എഫ് ഈക്വൽ ടു 1/2π RC എന്നുള്ള ഫ്രീക്വൻസി. ഇതിന്റെ ഫിൽട്ടർ ഫ്രീക്വൻസി 10 ഹെഡ്സ് ആയിട്ടാണ് ഞാൻ വെച്ചത്. അപ്പൊ 10 ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസികളൊക്കെ ഇത് പാസ് ചെയ്യും. 10 ഹെഡ്സിന്റെ മുകളിലുള്ള ഫ്രീക്വൻസിനൊക്കെ അറ്റന്യൂറ്റ് ചെയ്യും. എനിക്ക് ആ സർക്യൂട്ട് ഒന്ന് മോഡിഫൈ ചെയ്യണമെന്ന് തോന്നി. 10 ഹെഡ്സ് എന്നുള്ളത് 10 കിലോ ഹെഡ്സ് ആയിട്ട്. അപ്പൊ അതിന് എനിക്ക് ചെയ്യാവുന്നത് ഈ കപ്പാസിറ്റർ മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ കപ്പാസിറ്റർ മാറ്റിയാല് ഒരു പക്ഷേ കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ സ്ട്രെങ്ത് വളരെ വളരെ കുറഞ്ഞ് ഒരു ഫിൽറ്റേർഡ് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് ഓഫ് നോ യൂസ് എന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താം. നേരെ മറിച്ച് ഒരു ആക്റ്റീവ് കോമ്പോണന്റ് ഇവിടെ വെക്കുകയാണെങ്കിൽ യു ക്യാൻ സേഫ്ലി പ്ലേസ് ഹിയർ എ വേരിയബിൾ കപ്പാസിറ്റർ. അതിനിപ്പോ 10 കിലോ ഹെഡ്സ് ആക്കുന്ന സമയത്ത് ഈ ഔട്ട്പുട്ട് കുറഞ്ഞാൽ പോലും ആക്റ്റീവ് കോമ്പോണന്റ് കൊണ്ട് നമുക്കത് ബാലൻസ് ചെയ്യാൻ കഴിയും. ദിസ് ഈസ് ഹൗ an active filter will be offering frequency fidelity. ഇപ്പോൾ ഫ്രീക്വൻസി ശരിക്കും ഫ്രീക്വൻസിനെ തീരുമാനിക്കുന്നത് കപ്പാസിറ്റർ ആണ്, പക്ഷെ ഔട്ട്പുട്ടിന്റെ സ്ട്രെങ്ത്തും അതിലെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ആ ഔട്ട്പുട്ടിന്റെ സ്ട്രെങ്ത് വേണ്ടത്ര കിട്ടുന്ന രീതിയിൽ അത് മോഡിഫൈ ചെയ്യണമെങ്കിൽ you will have to make use of an active component here. So the active filter will have these advantages. First one, it will be offering say sufficient signal strength for the filtered output. Second one, it will be offering frequency fidelity. Frequency modification of the filter component can be done once there is the assurance of an active component. And the third one, op-amp based, particularly op-amp based, since amplifiers are cheaper with the advent of operational amplifier as an IC structure, op-amp based active filters are generally robust. So the wide category of filters that are cheaply available with the advent of operational amplifier based active filter make them more advantageous, make them more encourageable as long as op-amp based active filters are concerned. Now, on the basis of the filter response, the filters can be classified into 5 different categories. These are low pass filters, high pass filters, band pass filter that can be of 2 different categories, narrow band pass and wide band pass filters, band reject filter that can also be of 2 different categories, narrow band reject filter and wide band reject filter, and finally all pass filter. This name is given to a filter in view that it will be making such an activity. For example, a low pass filter will allow low frequencies to pass through it. Since it allows low frequencies less than a characteristic corner frequency, such a filter is referred to as a low pass filter. Then a high pass filter will be a filter
which will allow all high frequencies exceeding a characteristic corner frequency to pass through it. Band pass filter will be allowing a band of frequencies and will be attenuating the frequency, all the frequency beside this band. And an all-pass filter will allow all frequencies to pass through it. However, it will be offering a phase delay between some frequencies. The frequency response of a low-pass filter is shown here. This is an ideal filter response. This range of frequency for which the gain of the filter is a constant is referred to as pass band of the filter. ഏത് ഫ്രീക്വൻസി റേഞ്ചിലാണോ ഗെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗെയിൻ മാക്സിമത്തിന്റെ 70.7 തൊട്ട് മാക്സിമം വരെ ആവുന്നത്, ആ ഫ്രീക്വൻസി റേഞ്ചിനെയാണ്, അതൊരു ബാൻഡ് ആവാനാണ് എല്ലായ്പ്പോഴും സാധ്യത, ആ ബാൻഡിനെയാണ് പാസ് ബാൻഡ് എന്ന് പറയുക. ആൻഡ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഫോർ വിച്ച് ദ ഗെയിൻ വിൽ ബി ഫോളിംഗ് റാപ്പിഡ്ലി ഈസ് റെഫേർഡ് ടു ആസ് ദി സ്റ്റോപ്പ് ബാൻഡ്. അതിനെയാണ് സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറയുക. അപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്ററിനെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് കോർണർ ഫ്രീക്വൻസി FC. ഈ കോർണർ ഫ്രീക്വൻസിന്റെ താഴെയുള്ള ഫ്രീക്വൻസികളൊക്കെ അപ്പോൾ FC-യേക്കാളും കുറവാണ്, FC-യേക്കാളും ലോ ആണ്. ആ ഫ്രീക്വൻസികളെല്ലാം ഇറ്റ് വിൽ അലൗ ടു പാസ് ത്രൂ ഇറ്റ്. സോ ദിസ് ഷോസ് ദി റെസ്പോൺസ് ഓഫ് എൻ ഐഡിയൽ പോൾ. ഒരു പോളിന്റെ റെസ്പോൺസ് ആണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഒരു ലോ പാസ് ഫിൽറ്ററിൽ പാസീവ് ഫിൽറ്ററിംഗ് കോമ്പോണന്റ് ഒരു RC നെറ്റ്വർക്ക് അഥവാ ഒരു പോൾ ആയിരിക്കും. So this is the frequency response for a low pass filter. And for a high pass filter there is a characteristic corner frequency FC, so that the filter will allow all higher frequencies exceeding this corner frequency to pass through it, and it will attenuate all those frequencies which are less than this characteristic corner frequency. അപ്പോൾ ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ എന്ന പേരിലെ ലോ ഹൈ കുറേശ്ശെ വാട്ട് ഈസ് നോൺ ആസ് മിസ്ലീഡിംഗ് ആണ്. ഇപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് കോർണർ ഫ്രീക്വൻസി ഞാൻ 5 കിലോ ഹെഡ്സ് ആണ് വെച്ചത്. എന്ന് വെച്ചാൽ 5 കിലോ ഹെഡ്സിൽ താഴെയുള്ള എല്ലാ ഫ്രീക്വൻസിനെയും അത് പാസ് ചെയ്യും. അഥവാ 0 മുതൽ 5 കിലോ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസികളുള്ള സിഗ്നലിനെയൊക്കെ അത് പാസ് ചെയ്യും. അതിന് മുകളിൽ ഫ്രീക്വൻസി ഉള്ള സിഗ്നലിനൊക്കെ അത് അറ്റനുവേറ്റ് ചെയ്യും. അപ്പൊ ലോ പാസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 5 കിലോ ഹെഡ്സ് വരെയാണ് ഇവിടെ പാസ് ചെയ്തത്. ഇനി ഹൈനെ പാസ് ചെയ്യുന്നത് നോക്കാം. ഈ ഹൈ പാസ് ഫിൽറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് കോർണർ ഫ്രീക്വൻസി ആയിട്ട് ഞാൻ 1 കിലോ ഹെഡ്സ് ആണ് വെച്ചത്. 1 കിലോ ഹെഡ്സ് ആണ് വെച്ചത് എങ്കിൽ 1 കിലോ ഹെഡ്സിന്റെ മുകളിലുള്ള അപ്പൊ 4 കിലോ ഹെഡ്സും 3 കിലോ ഹെഡ്സും ഒക്കെ ഇവരും പാസ് ചെയ്യുന്നതാണ്. പക്ഷെ റെസ്പോൺസ് ദാറ്റ് ആർ ഡിഫറെന്റ് ഫോർ ദീസ് ടു. 1 കിലോ ഹെഡ്സിന്റെ താഴെയുള്ളതിനൊക്കെ ഇത് അറ്റന്യൂറ്റ് ചെയ്യും, 1 കിലോ ഹെഡ്സിന്റെ മുകളിലുള്ളതിനൊക്കെ ഇത് പാസ് ചെയ്യുകയും ചെയ്യും. Now a band pass filter, it will allow a range of frequency to pass through it. Then it will have two characteristic corner frequency, a characteristic lower corner frequency and a characteristic upper corner frequency. If the frequency of the input signal given to the filter is in this range, it will be passed, and all those frequencies above or below this range of frequency will be attenuated. അപ്പോൾ അങ്ങനെയുള്ള ഫിൽറ്ററിനെയാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുക. It will have a bandwidth that will be strictly a band. Now a band stop filter അല്ലെങ്കിൽ ഒരു band reject filter, it also will have two characteristic corner frequencies. If the frequency of the input signal is in between these two characteristic corner frequency, then that frequency will be attenuated, and all those frequencies above and below this band will be allowed to pass through it. അതാണ് band stop filter. Depending upon a parameter referred to as quality factor, the band pass filter and band reject filter can be categorized as a narrow band pass or wide band pass filter and a narrow band reject or wide band reject filter.
There is no such strict boundary on the basis of which you can consider a bandpass filter as a narrow bandpass filter or a wide bandpass filter. Generally, a quality factor will be defined, which is given by the relation central frequency divided by bandwidth, FC divided by bandwidth. Central frequency is the geometric mean of the upper and lower cut